അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി തബാറക വ തആല മലായികതൻ സയ്യാറ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അവർ യത്തബിഊന മജാലിസ ദിക്ർ. അവരുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന ദിക്റിന്റെ മജ്ലിസുകൾ, അറിവിന്റെ പൂന്തോപ്പുകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ. ആ മലായിക്കത്തുകൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയുള്ള, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു മജ്ലിസ് കണ്ടാൽ, ഒരു സദസ്സ് കണ്ടാൽ, ഖഅദു മഅഹും, അവരുടെ കൂടെ അവർ ഇരിക്കുന്നതാണ്. വഹഫ ബഅദുഹും ബഅദൻ ബിഅജ്നിഅതിഹിം ഹത്താ യംലഉ മാ ബൈനഹും വബൈന അസ്സമാഇ ദുനിയ. അങ്ങനെ അവർ അവരുടെ ചിറകുകൾ കൊണ്ട് അന്യോന്യം ചുറ്റിപ്പൊതിഞ്ഞ് അങ്ങനെ ഒന്നാം ആകാശം വരെ അവർ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ അവിടെ എത്തും. അത്രമാത്രം അങ്ങനെയുള്ള മജ്ലിസുകളെ അള്ളാഹുവിന്റെ ആ മലായിക്കത്തുകൾ ചുറ്റിപ്പൊതിയും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുക്കലേക്ക് ഈ ഒരു ഖൗമ പിരിഞ്ഞു പോകുമ്പോൾ ഫൈദാ തഫറഖു അറജു വസൈദു ഇല അസ്സമാ, അങ്ങനെ ആ ഖൗമെങ്ങാനും അവരുടെ മജ്ലിസ് കഴിഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ അത് ആകാശത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഫയസ്അലുഹും അല്ലാഹു അസ്സ വജല്ല വഹുവ അഅലമു ബിഹിം മിൻ ഐന ജിഅ്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ കുറിച്ച് നല്ലപോലെ അറിയാം. എന്നിട്ടും അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറയും, ഫയഖൂലൂന ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർദി യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക. അല്ലാഹുവേ, ഞങ്ങൾ വരുന്നത് നിന്റെ ചില അടിമകളുടെ അടുത്ത് നിന്നാണ്. അവരതാ നിന്നെ വാഴ്ത്തുന്നുണ്ട്. അതുപോലെ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്റെ തൗഹീദിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ദിക്റുകൾ പറയുന്നുണ്ട്, അവർ നിന്നെ വാഴ്ത്തുന്നുണ്ട്, നിന്നോട് അവർ ചോദിക്കുന്നുണ്ട്. ഖാല വമാദാ യസ്അലൂനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്താണ് അവർ എന്നോട് ചോദിക്കുന്നത്? ഖാലൂ യസ്അലൂനക ജന്നതക ഖാല ഹൽ റഅൂ ജന്നതി. അല്ലാഹുവേ, അവർ ചോദിക്കുന്നത് യസ്അലൂനക ജന്നതക, നിന്റെ സ്വർഗ്ഗമാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവർ ഹൽ റഅൂ ജന്നതി, എന്റെ സ്വർഗ്ഗം അവർ കണ്ടിട്ടുണ്ടോ? അവർ ചോദിക്കുന്ന സ്വർഗ്ഗം അവർ കണ്ടിട്ടുണ്ടോ? ഖാലൂ ലാ യ റബ്ബ്. അവർ പറയും, ആ മലായികത്തുകൾ പറയും, ഇല്ല, അവർ കണ്ടിട്ടില്ല, അല്ലാഹുവാണ്. ഫകൈഫ ലൗ റഅൂ ജന്നതി ഖാലൂ, അവരെങ്ങാനും എന്റെ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ പറഞ്ഞു. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും അവർ എന്റെ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? മറ്റൊരു റിവായത്തിൽ കാണാം, അവർ പറയും, അല്ലാഹുവേ, അങ്ങനെ എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ അവർ അതിനോട് കൂടുതൽ ആഗ്രഹം കാണിക്കുകയും കൂടുതൽ ചോദിക്കുകയും ചെയ്തേനെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറഞ്ഞു, വയസ്തജീറൂനക, അല്ലാഹുവേ, അവർ നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ട്. ഖാല വമിമ്മ യസ്തജീറൂനനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത്, കാവൽ ചോദിക്കുന്നത്? ഖാലൂ മിൻ നാരിക യാ റബ്ബ്, ഞങ്ങളുടെ റബ്ബേ, നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത്. ഖാല വഹൽ റഅൂ നാരി, അവരെങ്ങാനും എന്റെ നരകം കണ്ടിട്ടുണ്ടോ? ഖാലൂ ലാ, അവർ പറഞ്ഞു, അവർ നിന്റെ നരകം കണ്ടിട്ടില്ല. ഖാല ഫകൈഫ ലൗ റഅൂ നാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെങ്ങാനും എന്റെ നരകം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? ഒരു റിവായത്തിൽ കാണാം, അവരതിൽ നിന്നും അതിശക്തമായി കാവൽ ചോദിക്കുന്ന, ഭയക്കുന്ന, ഫിറാറൻ, അതുപോലെ തന്നെ ഭയന്നോടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടോ അവർ പറഞ്ഞു, വയസ്തഗ്ഫിറൂനക, അല്ലാഹുവേ, അവർ നിന്നോട് പാപമോചനം തേടുന്നുണ്ട്, അവർ നിന്നോട് പാപമോചനം തേടുന്നുണ്ട്. ഖാല ഫയഖൂൽ ഖദ് ഗഫർതു ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് പറയും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ പാപമോചനം തേടുന്ന ആ സദസ്സിലെ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. ഫഅതൈതുഹും മാ സഅലൂ വഅജർതുഹും മിമ്മ ഇസ്തജാറൂ. അവർ എന്നോട് ചോദിച്ചതെന്താണോ അത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവരെന്തിൽ നിന്നാണോ കാവൽ ചോദിക്കുന്നത് അതിനെ തൊട്ട് ഞാൻ അവർക്ക് കാവലും കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫയഖൂലൂന റബ്ബി ഫീഹിം ഫുലാനുൻ. അപ്പോൾ അതാ മലായികത്തുകൾ പറയുകയാണ്, റബ്ബി ഫീഹിം ഫുലാൻ, അല്ലാഹുവേ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാളുടെ പ്രത്യേകത എന്താണ്? അബ്ദുൻ ഖത്താഉൻ, അയാൾ തിന്മകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇന്നമാ മറ ഫജലസ മഅഹു, അയാൾ ഇങ്ങനെ വഴി കൂടെ നടന്നപ്പോൾ കയറി ഇരുന്നുള്ളൂ. അയാൾ വലിയ നല്ല ആളൊന്നുമല്ല, ഇവരുടെ കൂടെ ഇരിക്കുന്ന ആളൊന്നുമല്ല, മറിച്ച് അയാൾ ഈ വഴിക്ക് പോയപ്പോ സദസ്സിലേക്ക് കയറിയിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഖാല ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വലഹു ഗഫർതു, അയാൾക്കും ഞാൻ പുറത്തു നൽകിയിരിക്കുന്നു. ഹുമുൽ ഖൗമു, ആ കൂട്ടരുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിനെ വാഴ്ത്തുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്മരണകൾ ഉയർത്തുന്നവരുണ്ടല്ലോ. ഹുമുൽ ഖൗമു, അവരൊരു വിഭാഗമാണ്. ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരുന്നവർക്ക് വിഷമിക്കേണ്ടി വരില്ല, ആ ആളുകളുടെ കൂടെ ഇരുന്നവർക്ക് വിഷമിക്കേണ്ടി വരില്ല. അങ്ങനത്തെ കൂട്ടരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് നമുക്ക്
പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു മജ്ലിസ്? അല്ലാഹു തആലയുടെ സ്വർഗമല്ലാതെ വേറെന്താണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം? നരകത്തിൽ നിന്നുള്ള കാവലല്ലാതെ വേറെന്താണ് ഇതിൽ നിന്നും ഉള്ള ലക്ഷ്യം? സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതാണ്. ജീവിതം എന്നത് തോറ്റുപോകരുത്, പരാജയപ്പെടരുത്, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ. പക്ഷെ പലരും ലക്ഷ്യം മറന്നുപോയി, വിജയം എന്താണെന്ന് തിരിച്ചറിയാതെ പോയി, പരാജയത്തെക്കുറിച്ച് ഓർക്കാതെ പോയി, നഷ്ടങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടാതെ പോയി. ثم إذا مسكم الضر فإليه تجأرون